എസ് എ ജമീലിനെ അനുസ്മരിച്ച് മുത്തു ICRC തയ്യാറാക്കിയ രേഖാചിത്രം കാണാം ഇന്ന് ന്യൂസ് ഫോക്കസിൽ. മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കത്തുപാട്ട് എന്നൊരൊറ്റാശയത്തിലൂടെ പ്രവാസിയുടെ ഊഷര ചിന്തകൾക്ക് മീതെ തീക്കാറ്റ് വിതച്ച കവിയും ഗായകനുമായ ശ്രീ എസ് എ ജമീൽ. എഴുതിയതിൻ്റെയും പാടിയതിൻ്റെയും അർത്ഥനിരർത്ഥങ്ങൾ ചേർത്തുവെച്ചാൽ ശേഷിക്കുന്നത് ശൂന്യതയെന്ന് വിളിച്ചു പറഞ്ഞ് കാലത്തിൻ്റെ വിളിയാളത്തിന് ഉത്തരമേകി അദ്ദേഹം ശൂന്യതയിലേക്ക് മറഞ്ഞിട്ട് ഒരു വർഷം പിന്നിടുന്നു. ആ മഹാജീവിതത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഒറ്റവാക്കിൽ നിർവചിക്കാൻ കഴിയാത്ത പ്രതിഭാധനനായിരുന്നു ജമീൽ. വ്യത്യസ്തവും വിഭിന്നവുമായ മേഖലകളിൽ തൻ്റെ കഴിവുകൾ അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം കടന്നുപോയത്. കവി, ഗായകൻ, ചിത്രകാരൻ, നടൻ, മനഃശാസ്ത്രജ്ഞൻ, ചിന്തകൻ തുടങ്ങിയ മേഖലകളിൽ ജമീലിൻ്റെ പ്രതിഭാവിലാസം നിറഞ്ഞു നിന്നു. ഈ പ്രപഞ്ചത്തിൽ വളരെ നിസ്സാരനായ മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനും മനുഷ്യൻ്റെ ജീവനും ചെയ്തു തീർക്കാവുന്നതും പഠിച്ചു തീർക്കാവുന്നതുമായ വിഷയത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ ഉൾക്കൊള്ളുക എന്നത് ലോക ചരിത്രത്തിൽ ചിന്താശീലരായ എല്ലാ മനുഷ്യർക്കുണ്ടായ ഒരു വെളിപാടാണ്. ആ വെളിപാട് ശരിക്കും മനസ്സിലാക്കിയ ഒരു ആൾ എന്ന നിലയിൽ, ഒരു കവി എന്ന നിലയിലല്ല, ഒരു നാടകകൃത്ത് എന്ന നിലയിലല്ല, ഒരു സാഹിത്യകാരൻ, എഴുത്തുകാരൻ എന്ന നിലയിലൊന്നും, ഒരു ഗായകൻ എന്ന നിലയിലൊന്നുമല്ല ജമീൽ സാഹിബിനെ ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. ഒരു ചിന്തകൻ എന്ന നിലയിൽ നിഷ്കൃഷ്ടമായ രീതിയിൽ പറഞ്ഞാൽ അയത്നലളിതമായി വളരെ കോമള പദാവലികൾ നിരത്തി വെച്ചിട്ട് ഒരു കാവ്യ സപര്യമൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. തൻ്റെ ചിന്തകൾ അത് മാപ്പിളപ്പാട്ട് രംഗത്തുണ്ടാക്കിയ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് ഏറെ അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്ന തൻ്റെ അനുഭവത്തിലൂടെ, തൻ്റെ കണ്ണിലൂടെ കണ്ട ജീവിതത്തെ അതേപടി കോറിയിടുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ജമീൽ സാഹിബ് നടത്തിയത്. അതൊരു വേറിട്ട ശബ്ദമായിരുന്നു. മാപ്പിളപ്പാട്ട് രംഗത്താണെങ്കിൽ അതൊരു വേറിട്ട ശബ്ദം തന്നെയായിരുന്നു. കാരണം ആ രീതിയിൽ പാട്ടെഴുതിയ അപൂർവം ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. അടുത്തറിഞ്ഞവർക്കെല്ലാം ദാർശനികതയുടെ പുതിയ വാതായനങ്ങളാണ് ജമീൽ തുറന്നുകൊടുത്തത്. 1977 സുഹൃത്തും വ്യവസായ പ്രമുഖനുമായ PV അബ്ദുൽ വഹാബിൻ്റെ പരിശ്രമ ഫലമായി ആദ്യമായി വിദേശയാത്ര പോയപ്പോഴാണ് ഏറെ പേരും പ്രശസ്തിയും നേടിക്കൊടുത്ത കത്തുപാട്ട് ജനിക്കുന്നത്. 1977 ആദ്യമായിട്ട് എനിക്കൊരു ചാൻസ് ടു ഗോ ടു അബ്രോഡ്, ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ആദ്യമായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടാണ്. അത് നമ്മുടെ PV അബ്ദുൽ വഹാബും മറ്റുള്ള കുറേ ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് എനിക്ക് ആദ്യമായി UAE പോകാൻ, അബുദാബിയിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നപ്പോൾ അപ്പോഴാണ് ഈ കത്തുപാട്ട് ജനിക്കുന്നത്. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീഷത്തിൽ ചൊല്ലിയിടുന്നു വസലാം. മനോരോഗ ചികിത്സക്കെത്തുന്നവരിൽ അധികവും ഗൾഫ് കുടിയേറ്റത്തിന്റെ ഭാഗമായി വിരഹിണികളായി കഴിയേണ്ടി വന്ന ഏറനാടൻ പെൺകുടിമാരായിരുന്നു. അവരുടെ അനുഭവങ്ങളും മാനസിക വ്യഥകളും ഉൾക്കൊണ്ടാണ് ജമീൽ കത്തുപാട്ട് രചിച്ചത്. ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. വികലവും വികൃതവുമായ മറുപടിപ്പാട്ടുകളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട്. മറുപടിക്കായി ജമീൽ തന്നെ തൂലികയെടുക്കണമെന്ന് ആസ്വാദക വൃന്ദം ആവശ്യപ്പെട്ടു. മറുപടിയില്ലാത്ത കത്താണതെന്നും ഉത്തരം മുട്ടിയ ചോദ്യമാണതെന്നും ജമീൽ പ്രതിവചിച്ചു. കത്തിൻ്റെ സാരാംശത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന മാപ്പിളപ്പാട്ടുകൾ രംഗം കീഴടക്കിയപ്പോൾ ജമീൽ തന്നെ തൂലികയെടുത്തു. അങ്ങനെ അബുദാബിയിലുള്ളൊരു എഴുത്തുപെട്ടി എന്ന് തുടങ്ങുന്ന പാട്ട് തയ്യാറായി. അബുദാബിയിലുള്ളൊരെഴുത്തുപെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. മധുര
കത്തുപാട്ടിലൂടെയാണ് ജമീൽ പ്രശസ്തനാവുന്നതെങ്കിലും ഒട്ടനേകം മറ്റു ഗാനങ്ങൾ ജമീലിൻ്റെതായുണ്ട്. ആക്ഷേപഹാസ്യ ഗാനങ്ങൾ മുതൽ നഴ്സറി ഗാനങ്ങൾ വരെ കൂട്ടത്തിൽ വരും. ജമീൽ സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ മാപ്പിളപ്പാട്ടിലൂടെ ഒരുപാട് ക്ലാസിക്കൽ വരച്ചു കാട്ടിയ ഒരു കവിയായിരുന്നു അദ്ദേഹം. എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അതുകൂടാതെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വളരെ ശക്തമായ തൂലിക ചലിപ്പിച്ച ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം. പഴയ കാലത്ത് മാപ്പിളപ്പാട്ട് വെറും ചരിത്രവും കല്യാണപ്പാട്ടുകളും മാത്രമായി ഒതുങ്ങിയിരുന്നൊരു മാപ്പിളപ്പാട്ടിനെ മനുഷ്യജീവിതത്തിലേക്ക് പറിച്ചു കൊണ്ടുവരികയും സ്വന്തം ഭാഷയിൽ കൂടി നല്ല ക്ലാസിക്കുകൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു കവിയായിരുന്നു എസ് എ ജമീൽ സാഹിബ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലറായ കത്തുപാട്ടുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പല നല്ല പാട്ടുകളും ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. അടിസ്ഥാനപരമായി മാപ്പിളപ്പാട്ടുകാരനായിരുന്നില്ല എസ് എ ജമീൽ. കത്തുപാട്ടിന്റെ പ്രസിദ്ധിയോടെ മാപ്പിളപ്പാട്ടുകാരൻ എന്ന ഫ്രെയിമിലേക്ക് നിർത്തപ്പെടുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മലയാളി സമൂഹത്തിന് പോലും പൂർണ്ണമായും ഇനിയും മനസ്സിലായിട്ടില്ലാത്ത മാപ്പിളപ്പാട്ടിൽ ഒരു പാട്ടിൻ്റെ മാത്രം 25ാം വാർഷികാഘോഷം നാട്ടിലും മറുനാട്ടിലും പല നാടുകളിലും ആഘോഷിച്ചു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ ജീവിതം അല്ലെങ്കിൽ കാവ്യജീവിതം സാർത്ഥകമായിരുന്നു, സഫലമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അന്നാരും കൊതിക്കും മേനിയഴകിൽ ഒരു സുന്ദര സുകുമാര കലാരൂപ ശില്പതാരകം ഇന്നാരുമാരും തിരിഞ്ഞു. പ്രവാസത്തിന്റെ ചരിതങ്ങൾ തുടർക്കഥകളാവുന്നു. ഒരിക്കലും അസ്തമിക്കാതെ അത് നീണ്ടുപോകും. സാഹചര്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. എന്നാൽ മാറാതെ മാറ്റുരക്കാനാവാത്ത മുദ്രകളായി എന്നും നിലനിൽക്കും ജമീൽ സാഹിബിന്റെ വരികളും വാക്കുകളും. പകരം വെക്കാൻ ഇനിയൊരു പദം പിറക്കും വരെ ആ ഓർമ്മകൾക്കും മരണമില്ല. പെണ്ണിൻ കണ്ണീരാണീ ഭൂമിയിൽ കടലായി മാറിയതത്രേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമവായമുണ്ടാക്കാതെ